ഒന്ന് ഇവിടെ നിന്ന് തോപ്പുംപടി വരെ പോവുകയാണ്. പഴയതൊന്ന് നന്നാക്കാനുണ്ട്, പുതിയതൊന്നും മേടിക്കാനുണ്ട്. അത് എന്താന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കാണാൻ നിങ്ങൾക്ക് എന്താണ് പഴയത് നന്നാക്കാൻ കൊടുക്കുന്നതെന്നും. എന്തായാലും ലേഡീസിന് കാണാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇപ്പൊ മൊത്തം മഴയും നാടും കേരളവും ഒക്കെ ചുമച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനും കൂടി ഉപകാരപ്രദമാകുന്ന സാധനവും മേടിക്കാൻ പോണതും നന്നാക്കാൻ കൊടുക്കാൻ പോകുന്നു. നന്നാക്കി കിട്ടുമെന്നറിയാം. അത് നമുക്ക് നന്നാക്കി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പുതിയത് മേടിക്കാണ്ടിരിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെ കസർത്താണ് അവിടെ നടക്കാൻ പോണത്. നന്നാക്കി കട അടച്ചൊന്നും പറയുമ്പോൾ അറിയാൻ പാടില്ല. അപ്പൊ അവിടെ ചെന്ന് നോക്കട്ടെ. അപ്പം ഞങ്ങൾ ഒരു കെറ്റിൽ നന്നാക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. കെറ്റിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ പറഞ്ഞിറങ്ങിയിട്ടിപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഡാൻസേട്ടന് ഒരു ഫ്ലാസ്ക് വേണമെന്ന് പറഞ്ഞ് ചൂടുവെള്ളം കുടിക്കാനായിട്ട്. ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ ചുമയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ചൂടുവെള്ളം വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാസ്ക് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചീത്തയായി. അപ്പോൾ ഇതാവുമ്പോൾ നല്ലതാണ് ഇങ്ങനത്തെ മോഡൽ. ഇത് ബൊറോസിലിൻ്റെ ഇതാണ്, കമ്പനിയാണ്. അപ്പോൾ ഇത് ഉള്ളിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഗ്ലാസ് ഒന്നും വന്നില്ല. പക്ഷേ ചൂട് നന്നായിട്ട് നിൽക്കുമെന്ന് പറയണത്. 24 മണിക്കൂർ എന്നാണ് കമ്പനി പറയണത്. ഇവരിപ്പോൾ 12 മണിക്കൂറാണ് നമുക്ക് ഓഫർ ചെയ്തേക്കണത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കണത്. നല്ലതാണ്, നമ്മൾ യൂസ് ചെയ്തിട്ട് ചൂട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കെറ്റിലിനും ഓരോയിട്ടും ഇങ്ങനെയും ചൂടാക്കി വെച്ചിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഫ്ലാസ്ക് നോക്കി. ഇവിടെ ഇപ്പം ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടായിരുന്നു, മെറൂണും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈ കളർ മതി ഡാൻസേട്ടാന്ന് പറഞ്ഞു. മറ്റേത് ഫുൾ ബ്ലാക്ക്. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കേക്ക് ഉണ്ടാക്കണ ബൗള് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ. ഇത് ചില്ലിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് അത്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ ഓടിയിടന്ന്, നമ്മളങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യമുള്ളതൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ ഭരണി നോക്കിയായിരുന്നു. എനിക്ക് ഉപ്പിട്ട് വെക്കണ ഭരണി എൻ്റെത് ചീത്തയായി. അപ്പോൾ ഉപ്പിട്ട് വെക്കണ ഭരണി എന്തായാലും നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നിന്നതാണ്. പക്ഷേ അവിടെ ഇപ്പം ഞാൻ എടുത്തതില്ലേ ആ ഒരു മോഡൽ അതേ ഉള്ളൂ. ആകെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ സെയിം. അപ്പോൾ ആ സെയിം തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. വേറെ നോക്കി ഞാൻ കുറേ, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുക്കാമെന്ന് ഓർത്ത്. കണ്ടോ, വേറെ നോക്കണേണ് ഭരണി ഉണ്ടാകുന്നും പറഞ്ഞിട്ട്, പക്ഷെ വേറെ ഇല്ല. പിന്നെ ഈ ഗ്ലാസ് ടൈപ്പ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് എന്ന് പറയണത് എപ്പോഴും തുറന്നെടുക്കേണ്ട സാധനമുള്ളൂ. എല്ലാത്തിലും ഉപ്പ് വേണമല്ലോ. ഇത് ഞാൻ നോക്കി, പക്ഷേ ഇത് കണ്ട, ഇത് മൂടി ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ കൊള്ളാം, പക്ഷേ ഉപ്പിട്ട് വെക്കാൻ അത് വേണ്ടാന്ന് വിചാരിച്ച്. കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു എന്തിൻ്റെ കൈയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് മൂടി തുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ സുഖമല്ലേ, ഭരണിയാകുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ആ 2 ഞാൻ എടുത്ത്. അപ്പോൾ ഒന്നിൽ കുടംപുളി ഇട്ട് വെക്കാമെന്ന് ഓർത്ത്. കുടംപുളി വാളംപുളിയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഭരണിയിൽ ഇട്ട് വെക്കണം, ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിച്ചൺ എന്തായാലും ഒരു മേക്ക് ഓവർ എനിക്ക് നടത്താനുണ്ട്. പിന്നെ ഇതേ ഗ്യാസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് അടുപ്പ് എനിക്ക് ഇപ്പോൾ ഉള്ളത് ഹോബക്കുള്ള ടൈപ്പാണ്. അപ്പോൾ അത് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ ഒരു 10 വർഷമായി വീട് വെച്ചപ്പോൾ ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ ഒരു 10-11 വർഷമായി അത് യൂസ് ചെയ്യണത്. അപ്പോൾ ഡാൻസറൻ പറഞ്ഞ് ഗ്യാസ് അടുപ്പ് ഒരെണ്ണം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കി വെച്ചതാണ്. ഇപ്പം എന്തായാലും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ കിച്ചൻ്റെ ഒരു മേക്ക് ഓവറൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അന്നേരം അതെന്തായാലും മാറ്റും. പിന്നെ അപ്പോൾ അത് നോക്കി. അപ്പോൾ സ്വച്ചിൻ്റെ നോക്കിയപ്പോൾ അത് ഇങ്ങനെ ഗ്യാപ്പില്ല. നമുക്കിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നെക്സ്റ്റ് ഒരു പാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പില്ല. വലിയ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് ബിരിയാണി പോട്ടൊക്കെ വെക്കണ്ടേല്ലേ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പണിയാണ്. അപ്പോൾ ഞാൻ വെച്ച് അത് വേണ്ടാന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ സ്ക്വയർ ടൈപ്പ് നോക്കിയപ്പോൾ ഇവിടെ ഇല്ല. സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ നോക്കിയപ്പോൾ ഇവിടെ കിട്ടിയില്ല. ഇനി അവർ ഓർഡർ എടുത്ത് തരുമോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ വേറെ ഷോപ്പിലൊന്ന് നോക്കാമെന്ന് ഓർത്തിരിക്കണേണ് ഞാൻ. അപ്പോൾ അയാൾ ഓരോ ഗ്യാസിൻ്റെയും ഇതൊക്കെ പറഞ്ഞു തന്നെയാണ്. പക്ഷേ എനിക്ക് എന്തോ ഗ്യാസ് അടപ്പ് എന്തോ എനിക്ക് ഇഷ്ടമായില്ല അവിടുത്തത്. അവിടെ ഉള്ള സ്റ്റോക്കൊക്കെ തീർന്നു ഇരിക്കണേണ്. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടോ. ഇപ്പോൾ ഉള്ളതൊക്കെ തീർന്നിരിക്കാം. പിന്നെ ചിലതൊക്കെ അവർ വരുത്തിക്കുമെന്ന് തോന്നുന്നു. പിന്നെ കുക്കറുകളൊക്കെ ഉണ്ട്. പ്രസ്റ്റീജിൻ്റെയാണ് മെയിനായിട്ട്.
പ്രസ്റ്റീജിന്റെ ഷോപ്പാണ്. പ്രസ്റ്റീജിന്റെ ഷോപ്പാണ്. അപ്പോൾ പ്രസ്റ്റീജിന്റെ ഐറ്റംസ് ആണ് കൂടുതലും. കാരണം പ്രസ്റ്റീജാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ തവ കണ്ടപ്പോൾ എടുത്തത്. ഇത് നമ്മളുടെ ഗ്രിൽ പാൻ പോലത്തെയാണ്. നമുക്ക് അൽഫാം ഉണ്ടാക്കാം, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓയിലൊന്നും അധികം വേണ്ട. ഉള്ളൊക്കെ നന്നായിട്ട് ഹീറ്റ് ആവണം, നല്ല ഹീറ്റ് ആവണ ടൈപ്പ് ഐറ്റമാണ്. അപ്പം നല്ല ഹീറ്റ് ആവും. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേഗം ചിക്കൻ്റെ. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ചൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതാവൂലല്ലോ, ഉള്ളിൽ വേഗൂല. ഇതാകുമ്പോൾ നല്ലതാണ്. പിന്നെ ഞാനിത് ഡാരൂസ് എൻ്റെ ഒരു കയ്യിൽ ഒടിച്ചളഞ്ഞിട്ടുണ്ടായി അടുക്കളയിൽ നിന്ന് എടുത്തിടാൻ പോയിട്ട്. അപ്പോൾ അതൊരെണ്ണം എടുത്ത്, ഓവറായിട്ടൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഒരു നൈഫ് എടുത്ത്, കത്തി എടുത്ത്. ആ കത്തി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. നല്ല സവാളയൊക്കെ കട്ട് മതിയായില്ലേ ഒരു ഐറ്റം എന്ന് പറഞ്ഞു വന്ന് ഇത്രയും ഐറ്റംസ് എടുക്കും. ഇപ്പൊ ചൂടുവെള്ളം മേടിക്കാൻ വന്നാൽ നമ്മൾ ചൂടായിട്ട് ഇവിടുന്ന് പോകുന്നു. എന്തായാലും എനിക്ക് കിച്ചൺ ഒരു മേക്ക് പറഞ്ഞെടുത്താനുണ്ട്. അന്നേരം ബാക്കി കാണാം. കുറെ ദിവസങ്ങൾ മഴയും കാലാവസ്ഥയൊക്കെ ആയിട്ട് ഞാൻ വരാൻ പറ്റാണ്ട് കുറെ നാളായി കംപ്ലൈന്റ് ഓരോ മാസമായ ഇവിടെ കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പ്ലേറ്റുകൾ, വാട്ടർ ബോട്ടിൽസ് എല്ലാം ഉണ്ട്. കയ്യിലുകൾ, പാത്രങ്ങൾ, ബിരിയാണി പോട്ട്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ എന്നോർത്ത് എടുത്തതാണ്. ബിരിയാണി പോട്ടൊക്കെ എനിക്ക് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതേ പ്ലേറ്റുകൾ, പല ടൈപ്പ് പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസ്സുകൾ, വൈൻ ഗ്ലാസ്, വെള്ളം സർബത്തൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകൾ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ അതേ ഡാൻസിടാൻ പേ ചെയ്യണേണ്. അപ്പം ഒരു ഐറ്റം വാങ്ങാമെന്നും പറഞ്ഞു വന്ന് കുറേ ഡാൻസിനെ കൊണ്ട് കുറേ ഐറ്റംസ് എടുപ്പിച്ച് 4500 ആയി. അപ്പം എന്തായാലും കുറച്ച് ഐറ്റംസും കൂടി വാങ്ങാനൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്ന ടൈമിനൊക്കെ അത്യാവശ്യം വാങ്ങാം. അപ്പം ഇതുപോലെ പയ്യോരോന്നൊക്കെ വാങ്ങിച്ച് വെക്കണം. കണ്ടോ പ്ലേറ്റുകൾ ബ്ലാക്കൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ആ പ്ലേറ്റുകളൊക്കെ കാണാൻ. പ്ലേറ്റൊക്കെ പിന്നെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് വീട് താമസത്തിൻ്റെ സമയത്തൊക്കെ. അതുകൊണ്ട് അതൊന്നും വേണ്ട. അതേ ബോട്ടിൽസൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ കപ്പ്, ചായ കുടിക്കണ കപ്പുകൾ, ജ്യൂസ് കുടിക്കണത്, എല്ലാ ഐറ്റംസും ഉണ്ട്. പ്ലേറ്റ് കണ്ടോ, പ്ലേറ്റുകളൊക്കെ ഉണ്ട്, ബൗളുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എടുക്കാം. കൊച്ചിയിൽ തോപ്പുംപടിയിലാണ് ഈ ഷോപ്പ്, കൊച്ചുപള്ളിക്കടുത്ത്. കണ്ടോ ഇതൊക്കെ ബോക്സുകളൊക്കെയാണ്, ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിറങ്ങി. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യത്തിനും കൂടി ഇറങ്ങിയതാണ്. അപ്പൂസിന് മേളിലൊരു ഷെൽഫോ കാര്യങ്ങളോ അലമാരിയൊന്നുമില്ല. അപ്പോൾ അവനൊരു ഡ്രസ്സ് വെക്കാനൊക്കെ ഉള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അലമാരിയുടെ ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പണിത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഷോപ്പ് ക്ലോസ് ചെയ്താന്നറിയില്ല എന്നും പറഞ്ഞാണ് പോണത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോണേണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊച്ചിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നോക്കിക്കോളൂ. ഇത് പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ ലേഡീസിന് ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് കിച്ചൺ ഐറ്റം എത്ര കണ്ടാലും മതിയാവൂലല്ലോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഐറ്റം. ഇത് നമുക്ക് ചിക്കനൊക്കെ അല്ലേ, ചിക്കൻ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ പാത്രം. നല്ല വെയിറ്റ് ഉണ്ട്. അൽഫാം ഉണ്ടാക്കാം, നമുക്ക് മീൻ വറുക്കാം, ചിക്കൻ വറുക്കണമെങ്കിൽ വറുക്കാം, എല്ലാം ചെയ്യാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ വാങ്ങിച്ചത് ഈ ഭരണിയാണ്. നല്ല ഭരണിയാണ്. പൊട്ടിക്കണ്ട. ഭരണി വാങ്ങിച്ചിട്ട് 2 ഭരണി വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നില് ഉപ്പിടാ, ഒന്നില് പുളി ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇവിടെ ഉള്ളത് ചെറിയ ഭരണിയാണ്. പിന്നെ ഉപ്പിടാനുള്ളത് പൊട്ടി. പിന്നെ വാങ്ങിച്ചത് കത്തിയാണ്. അങ്ങനെ കത്തിയാണത്. നല്ല കത്തിയാണ്, നല്ല കയ്യിലൊക്കെ പിടിക്കാനും നല്ല ഒതുക്കുള്ളൊരു കത്തിയാണ്. സവാള, ഇറച്ചി, ബീഫൊക്കെ കട്ട് ചെയ്യാനും അല്ലെ, ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനൊക്കെ കയ്യിൽ ഒതുങ്ങാവുന്നതാണ്. ഇതിന്റെ വലുതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെറുതാണ് എടുത്തത്. എന്റെ ചെറിയ കൈയാണ്, അപ്പൊ എനിക്ക് ചെറുതാണ് ഇഷ്ടം. ഇത് അതുപോലെ തന്നെ ചൂടായി കഴിയുമ്പോൾ ഇവിടെ റെഡ് കളർ വരും. റെഡ് കളർ ആവും, പക്ഷെ നമ്മുടെ കൈ കൊള്ളൂല. അതായത് നല്ലൊരു മെറ്റലാണ്. ഇത് ഒരു പ്ലാസ്റ്റിക്കോ വേറെ ഐറ്റം ഒന്നും, നോൺ സ്റ്റിക്ക് ഐറ്റം ഒന്നും അല്ല. ഇതൊരു മെറ്റലാണ്. മെറ്റൽ ചൂടാവുമ്പോൾ ഇവിടെ നല്ല തിളങ്ങി റെഡ് വരും.
നല്ല ചൂടായിരിക്കും. അപ്പൊ നമുക്ക് ചിക്കന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകും. എപ്പോഴും ചിക്കൻ വറുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളു മൊരിഞ്ഞിട്ടില്ലാന്ന് പറയും. അപ്പൊ ഇതാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂല. പിന്നെ ഒരു കയ്യിലാണ് ഇത്, ഇതുപോലത്തെ ഒരു കയ്യിലിട്ട് ആരു ഒടിച്ചു കളഞ്ഞ് കളിക്കാൻ എടുത്തണം പോയിട്ട്. അപ്പൊ അതുപോലത്തെ ഒരു കയ്യിലും വാങ്ങിച്ച്. വേറെ അധികം ഐറ്റംസ് ഒന്നുമില്ല. അപ്പൊ നമ്മള് ഹീറ്റർ നന്നാക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ ഡാൻസറിന് ഇത് കണ്ടപ്പോ ചിക്കന്റെ ലുലുമാളിൽ നോക്കി, ഞങ്ങൾ ലുലുമാളിൽ പോയപ്പോ അല്ലേ. അപ്പൊ അവിടെയൊക്കെ തീർന്നു. അവിടെ വരുന്ന ഐറ്റം ഒക്കെ അപ്പൊ തീരുന്നതാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ പോയിട്ട് ഇത് കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഭരണി, 2 ഭരണി വലിയ വിലയൊന്നുമില്ല, 100 ചില്ലാനോ എത്ര കൂടും. അപ്പൊ 2 ഭരണിയും കിട്ടിയപ്പോ അത് വാങ്ങിച്ചു. പുളിയൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലല്ലേ. നല്ല വെയിറ്റ് ഉണ്ട് എടുക്കാനൊക്കെ. എപ്പോഴെപ്പോഴും എടുക്കാനൊന്നും പറ്റൂല, അത്യാവശ്യത്തിനൊക്കെ എടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പോയ വീഡിയോ ഇതും കൂടി ആവുമ്പോ വൈൻഡപ്പ് ചെയ്യാനുള്ളതാവും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെയും നല്ല നല്ല വ്ളോഗായിട്ട് വരാം. ഇനി അടുത്തത് ഞാന് ഡെനമോൾ ഒരു ദിവസം ഉള്ളപ്പോ കിച്ചൺ മേക്ക് ഓവർ ആണ് കാണിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഡെനയും കൂടി ഉള്ളപ്പോ കൈയിന്റെ അസുഖമൊക്കെ മാറുമ്പോ അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാന്ന് ഓർത്തിരിക്കുന്നതാണ്. അവളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അവൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം കിച്ചന്റെ കാര്യങ്ങള് മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഡേ ഇൻ മൈ ലൈഫ് ആഗ്രഹമുള്ളവർ, കിച്ചൺ മേക്ക് ഓവർ ആവശ്യമുള്ളവർ, എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയും നല്ല വീഡിയോസുമായി വരുന്നതാണ്.